എല്ലാവരും 1000 നന്ദി. എൻ്റെ പേര് രശ്മി, ഞാൻ മെഹബൂളിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടുണ്ടായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് 3 വർഷമായി. 1 വർഷം ഹസ്ബൻഡ് കൂടെ നാട്ടിലുണ്ടായിരുന്നു. എനിക്ക് PCOD എന്ന അസുഖമുണ്ട്. എൻ്റെ പീരീഡ്സ് കറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുന്നു, എനിക്ക് ഭയങ്കര വിഷമമാണ് മക്കളില്ലാത്തത് കൊണ്ട്. അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു ഗ്രൂപ്പുണ്ട്, കൃപാസനം എന്നാണ് എൻ്റെ ഇത്. ഒരു ബ്രദറുണ്ട്, ബാബു ബ്രദർ എന്നാണ് പേര്. ആ ബ്രദറിൻ്റെ അടുത്ത് നീ പ്രാർത്ഥിക്ക്, അവിടെ പ്രാർത്ഥിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊന്നും അറിയില്ല. ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ടൊരു കുട്ടിയാണ്, എനിക്കൊന്നും അറിയില്ല. പക്ഷെ ജപമാല ചൊല്ലാനൊക്കെ എനിക്കറിയാം. ഞാൻ പഠിച്ചതെല്ലാം ക്രിസ്ത്യൻ കോളേജിലാണ്. അപ്പോൾ ജപമാല ചൊല്ലാൻ എനിക്കറിയായിരുന്നു. ഞാനങ്ങനെ എനിക്ക് ആ ചേച്ചി ഗ്രൂപ്പിൻ്റെ ലിങ്ക് തന്നു. ഞാൻ അതിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. ജപമാല ലൈവായിട്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ബ്രദർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ അയക്കാം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പേപ്പറിൽ എഴുതി എൻ്റെ പ്രാർത്ഥന ആവശ്യം ബ്രദറിന് വാട്സപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബ്രദർ എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഓൺലൈനിൽ കൂടിയിട്ട് കാര്യമില്ല, ജപമാല നേരിട്ട് വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്രദറിൻ്റെ അടുത്ത് ശരി വരാമെന്ന് പറഞ്ഞു. പിറ്റത്തെ ആഴ്ച മങ്കപ്പിലായിരുന്നു ജപമാല. അപ്പോൾ ഞാൻ നേരിട്ട് പോയി പങ്കെടുത്തു. അത് ജപമാല കഴിഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു, പ്രാർത്ഥന ആവശ്യങ്ങളുള്ളവരെ കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു. ഇവിടെ ബ്രദറിനെ കണ്ടു. ബ്രദറിൻ്റെ അടുത്ത് തന്നെ പ്രാർത്ഥനാ സഹായം ഇതാണ് ആവശ്യപ്പെട്ടു. അപ്പോൾ ബ്രദർ പറഞ്ഞു 5 ജപമാലയ്ക്ക് തുടർച്ചയായിട്ട് വരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷേ ജപമാല അബ്ബാസിയിലും സാലിമയിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാനപ്പോൾ 5 ജപമാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ജനുവരിയിലായിരുന്നു എൻ്റെ വെക്കേഷൻ. അപ്പോൾ ആ വെക്കേഷന് പോകുന്നതിന് മുന്നേ 5 ജപമാലയ്ക്ക് ഞാൻ നേരിട്ട് വന്ന് പങ്കെടുത്തു. ബ്രദറിൻ്റെ അടുത്ത് ലാസ്റ്റ് പോകുന്നതിന് മുന്നേ പറഞ്ഞു, ബ്രദർ ഞാൻ ഇങ്ങനെ വെക്കേഷന് പോവുകയാണ് ജനുവരിയിൽ, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ബ്രദർ എനിക്ക് നേർച്ച വസ്തുക്കളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓൺലൈനായിട്ട് ജപമാല ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോണേൻ്റെ ദിവസം ഞാൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദർ ഞാൻ ഇങ്ങനെ പോകാണ് നാട്ടിൽ, ബ്രദർ പ്രാർത്ഥിക്കണം. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ നേരിട്ട് പോയി ഉടമ്പടി എടുക്കണം. അപ്പോൾ എനിക്കൊന്നും അറിയില്ല. ബ്രദർ എനിക്ക് എല്ലാം പറഞ്ഞു തന്നു, ഇങ്ങനെ പോകണം, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി കൃപാസനത്തിൽ പോയി. അവിടെ പോയി ഉടമ്പടി എടുത്തു. പക്ഷേ എനിക്കൊന്നും അറിയില്ല, എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ഹിന്ദു ആയതുകൊണ്ട് അവർ പറഞ്ഞു ഹിന്ദുക്കൾക്ക് ഫോമൊന്നും ഫില്ല് ചെയ്യേണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലാസ് കൂടിയിട്ട് നിങ്ങൾ നേരെ പൊക്കോ, നേർച്ച വസ്തുക്കൾ വാങ്ങിച്ച് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളം പറഞ്ഞു. അപ്പോൾ എനിക്ക് അച്ഛനെ കാണുന്നത് ഭയങ്കര ഒരു വാശിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഓഫീസിൽ വെച്ചപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ വേളാങ്കണ്ണിക്ക് പോയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു. മാതാവേ എനിക്ക് ഇന്ന് അച്ഛനെ കാണണം, എന്താ ഒരു വഴിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനൊന്നും അവിടെ ഉണ്ടായിരുന്നു, വേളാങ്കണ്ണിയിൽ നിന്ന് കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓഫീസിൽ പോയി പറഞ്ഞു ഒന്നുകൂടി, ചേട്ടാ എനിക്ക് ഇന്ന് അച്ഛനെ കാണണം, ഞാൻ ഇങ്ങനെ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവരെ ചോദിച്ചാൽ എന്താ നിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിവാഹം കഴിഞ്ഞ് 4 വർഷമായി, എനിക്ക് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് വന്നിട്ടുണ്ട് കൂടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരെനിക്ക് പേപ്പർ തന്നു അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അകത്ത് കയറി അച്ഛനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ ഒത്തിരി സമയം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അച്ഛനെ കാണാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുമോ, പുള്ളി ഇതൊന്നും വിശ്വാസമില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഹസ്ബൻഡ് ഒന്നും പറയരുത്, എന്നെ വഴക്ക് പറയരുത്, മാതാവേ എൻ്റെ കൂടെ വെയിറ്റ് ചെയ്യണം അച്ഛനെ കാണാൻ വേണ്ടിയിട്ടെന്ന്. ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനമായിപ്പോൾ ഒരു 12:30 ആയപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി നിൽക്കാൻ പറഞ്ഞ ആൾക്കാരുടെ അങ്ങോട്ട്. അപ്പം ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി കയറി. അച്ഛൻ ഞങ്ങൾ 2 പേരും തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പൊക്കോ. കാശുരൂപം ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ആ കാശുരൂപം കൊണ്ട് തിരിച്ച് വന്ന്, എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർക്ക് വണ്ടി കയറി വന്നു. അപ്പം ഞാൻ പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ നാട്ടിൽ ഡോക്ടറെ കാണാൻ പോയി. എല്ലാ ടെസ്റ്റുകളും ചെയ്തു, ഒരു കുഴപ്പവും ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല. നിങ്ങൾ 2 പേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വഴിയില്ല, എനിക്ക് ജനുവരി വെക്കേഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരണം. ഞാനിവിടെ KOCയിൽ നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ കാണാനില്ല. ഞാനത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി ഇവിടെ വന്നു. എനിക്ക് പീരീഡ്സ് ആണ് കാണാനില്ല. 2 പ്രാവശ്യം ഞാൻ കാർഡ് വാങ്ങി നോക്കി, കാർഡിനകത്ത് നെഗറ്റീവായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എനിക്ക് കുഞ്ഞുങ്ങൾ തന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനി എന്തിനാ ഞാൻ പ്രാർത്ഥിക്കണമെന്ന് ചിന്തിച്ചു. പക്ഷേ പിന്നെ എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ് നീ പ്രാർത്ഥിക്കണം. പിന്നെ സ്വപ്നത്തിന് ഇങ്ങനെ ജോസഫ് അച്ഛൻ പറയുകയാണ്
നീ പ്രഗ്നൻ്റ് ആണ്, നീ ടെസ്റ്റ് ചെയ്യും. അവസാനം ഒന്നും കൂടി ടെസ്റ്റ് ചെയ്തു, അതിലും നെഗറ്റീവാണ്. അപ്പം എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഞാൻ പിന്നെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ 3 മാസമായിട്ട് പീരീഡ്സ് ആവണില്ല. ഞാൻ അപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു, എനിക്ക് പീരീഡ്സ് ആവണില്ല, എന്താണെന്ന് അറിയില്ല. അവരെല്ലാവർക്കും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും. ഡോക്ടറെ കാണിക്കാൻ എനിക്ക് തോന്നണില്ല, എനിക്ക് പേടി, വേറെ എന്തെങ്കിലും അസുഖങ്ങളായിരിക്കും എന്നൊരു പേടി. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ശരി കിടക്ക്, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്യാൻ വേണ്ടി കടന്ന് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു വല്ലാത്തൊരു, ഡോക്ടർ പറഞ്ഞു വലിയൊരു ബേബി വയറ്റിലുണ്ടല്ലോ, താൻ അറിഞ്ഞില്ലെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞു ഇല്ല, ഒരിക്കലും അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ 3 മാസമായി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് സ്ക്രീനിൽ കാണിച്ചു തന്നു എൻ്റെ കുഞ്ഞിനെ. എനിക്കത് ഭയങ്കര ഒട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു എനിക്ക് മാതാവ് തന്നത്. ഞാൻ അറിഞ്ഞില്ല, 14 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന്. പക്ഷെ ഞാൻ നല്ലപോലെ എക്സസൈസ് ചെയ്യായിരുന്നു, പീരീഡ്സ് ആവാൻ വേണ്ടി കുറേ മരുന്ന് കഴിച്ചു, എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി എക്സസൈസ് ചെയ്യായിരുന്നു, ഓടുമായിരുന്നു, ജിമ്മിൽ പോകുമായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് സംഭവിച്ചില്ല. ഞാൻ ചോദിച്ചു ഡോക്ടർ, എൻ്റെ കൊച്ച് ഹെൽത്തി ആണോ ചോദിച്ചു. അപ്പോൾ ഒരു കുഴപ്പമില്ല, നിൻ്റെ ബേബിക്ക് പൂർണ്ണ വളർച്ചയുള്ള ഒരു കൊച്ചാണ് നിനക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെനിക്ക് കൃപാസന മാതാവ് തന്നതാണ് ഈ കുഞ്ഞിനെ. കാരണം ഞാൻ ഒത്തിരി മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പീരീഡ്സ് വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ട് മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തന്നു. ഇപ്പം എനിക്ക് 5 മന്ത് സ്റ്റാർട്ടായി, ഒരു പ്രശ്നം ഇതുവരെ എനിക്ക് ഇല്ല. ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ഒത്തിരി നന്ദി മാതാവിന്.